പ്രതിഭകളാണ് ഈ 3 പേർ. അവരോടൊപ്പം അവരുടെ സുഹൃത്തിനെയാണ് ഞാൻ വിളിച്ചത്. ആ സുഹൃത്തും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായും ആ വലിയ മനസ്സിന്റെ ഉടമ കൊണ്ടാണ് ഈ പത്തനാപുരത്ത് നിന്ന് ഇത്രയും യാത്ര ചെയ്ത് ഇന്നലെ രാത്രി വിളിക്കുമ്പോഴും അവർക്ക് ഷൂട്ടുണ്ട്. ഒരു ഷൂട്ട് കഴിഞ്ഞാൽ അടുത്ത ഷൂട്ടിന് വേണ്ടി തയ്യാറെടുപ്പുകളും റിഹേഴ്സലുകളും നമ്മൾ ആസ്വദിക്കുന്ന ഇതൊക്കെ എഴുതുകയൊക്കെ വേണം. സമയത്തിന്റെ പൊന്നിന്റെ വിലയുള്ളപ്പോൾ ഈ വെളമാനൂർ ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിലെ അച്ഛനമ്മമാരെ ഒരു നോക്ക് കാണാനായി ഇവിടെ വന്ന ഈ 3 കലാകാരന്മാരും അക്ഷരാർത്ഥത്തിൽ അവർ മഹത്തുക്കളാണ്. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. ലോകമറിയുന്ന കലാകാരന്മാരായി, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം പോലെ ചലച്ചിത്ര ലോകത്ത് പ്രശസ്തരാകാൻ കഴിയത്തക്ക രൂപത്തിൽ ഇവർ മാറും എന്ന് ദൈവത്തോട് 2 കൈയും കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രിയങ്കരായ ഈ TV പരിപാടികളിലും പൊതുപരിപാടികളിലും വീതിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ടവ്യക്തികളെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് നിൽക്കുമ്പോൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പഴയ കാലത്തിലേക്ക് പോയൊരു നിമിഷമാണ് ഇവിടെ നിന്നപ്പോൾ. ഞാൻ പണ്ട് എൻ്റെ കൊച്ചുനാളൊക്കെ വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കൊച്ചൊരു വിളക്ക്, അങ്ങനെ ആ വിളക്ക് കത്തിച്ചൊരു ഓർമ്മയുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വിളക്കിൽ വേര് ഉൾക്കാലം എന്ന് പറഞ്ഞ ദൈവം തെളിയിച്ചു. ഉള്ളിൽ പൊൻപ്രഭ തൂകും നാളം, നന്മകൻ കൈത്തിരി നാളം. ഉള്ളിൽ പൊൻപ്രഭ തൂകും നാളം, ഒരു കൈത്തിരിയിൽ നിന്നൊരായിരം മനസ്സിൽ ദീപങ്ങൾ തെളിക്കും നാളം. ദീപങ്ങൾ തെളിക്കും നാളം. മാതാപിതാ ഗുരു നമോസ്തുതേ. മാതാപിതാ ഗുരു നമോസ്തുതേ. നന്മകൻ കൈത്തിരി നാളം, ഉള്ളിൽ പൊൻപ്രഭ തൂകും നാളം. എന്നും ആ പൊൻതിരി നാളം നിന്നും തെളിയട്ടെ ഉള്ളിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഇങ്ങനൊക്കെ ബേസിക് പറയാൻ നമുക്കറിയില്ല. ഇങ്ങനൊരു യോഗത്തിൽ പങ്കെടുത്തത് നമുക്ക് പരിചയമില്ല. ആ മുഖ്യ ഉദ്ഘാടകൻ ആ സംഭവം നമുക്കറിയാത്തതുകൊണ്ട് എല്ലാവരോടും ആദ്യം ഒരു സ്നേഹം, സന്തോഷം അറിയുകയാണ്.
പിന്നെ ഞങ്ങള് വലിയ കരുതലിന്റെ ഇവിടെ വന്നു കിടപ്പ് വലിയ സംഭവങ്ങളൊക്കെ പറയണം എന്നുള്ള സന്തോഷത്തിലാണ് വന്നത്. ഇവിടെ ഒന്നും വേറെ മൈൻഡായിരിക്കും മറ്റേ ഇവിടെ അതിനെക്കാട്ടി അമ്മയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാം കണ്ടപ്പോഴേ നമ്മുടെ കണ്ണു നിറഞ്ഞു. പിന്നെ ഞങ്ങള് 3 പേര് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് തന്നെ. പിന്നെ നമ്മുടെ കോമഡിയിൽ എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഭാഷയിൽ നമ്മുടെ നാട്ടുഭാഷയിലാണ് ഞങ്ങൾ കോമഡികളൊക്കെ ചെയ്യുന്നത്. യാതൊരു വിധമായ ഡബിൾ മീനിങ്ങോ ദ്വയാർത്ഥങ്ങളോ ഒന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒത്തൊരുമിച്ചിരുന്ന് നമ്മുടെ കോമഡി കാണണം. ആ രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വേദി എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വേദിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് തോന്നുന്നത്. ഇവിടുത്തെ ഈ ഒരു സാറ് പറയുകയുണ്ടായി, ഈ ഒരു ഗാന്ധി ഭവൻ കെട്ടാൻ വേണ്ടി വസ്തു സ്വന്തം പൈസയ്ക്ക് 10-20 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത് ഇവിടെ സമർപ്പിച്ചത് അതിൻ്റെ ചെയർമാൻ സാറാണ്. അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് ആൾക്കാരുടെ സഹായം മറ്റു രീതിയിലായാലും ഉണ്ടാകുന്നുണ്ട്. ഇനി ഉണ്ടാകണം എന്നുള്ളത് ഈ ഒരു അവസരം. പാട്ടുപാട് പറയാൻ ശരിയായില്ലെന്നും പറയല്ലേ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവന സീമയിൽ എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസിലെ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അത്തര നീലിമ. ഹലോ വനിത ടീച്ചറെ, ഒരു ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതമുണ്ടല്ലോ. ഇത് വേണ്ട, ടീച്ചർ പറയുക ചരിഞ്ഞിരിക്കുന്നതൊന്നും വലിയ അത്ഭുതപ്പെടാനില്ല. പിന്നെ നമ്മുടെ ഒരു അമ്മൂമ്മയുണ്ട്, കൊടിയം കൊച്ചാണല്ലേ. ഫോൺ അടിച്ചു കഴിഞ്ഞാൽ കൊടിയം കൊച്ചാണല്ലേ വിളിക്കും. ഹലോ കൊടിയം കൊച്ചാടാ തുറക്കെ. അങ്ങനെ അമ്മൂമ്മയുണ്ട് നമുക്ക്. പിന്നെ ഞാനൊരു 2 വരി പാട്ട് പാടാം. നമ്മൾ ടി വി കാണുന്ന പോലെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ദൈവപുത്രനൊരുക്കുവാൻ ശ്രാവകയോഗന്നാൻ വന്നു. ദൈവപുത്രനൊരുക്കുവാൻ ശ്രാവകയോഗന്നാൻ വന്നു. 1000 ആശംബഹീനരെ സ്നാനം ചെയ്യിച്ചു. ദൈവപുത്രനൊരുക്കും. അങ്ങനെ കൈ വെച്ച് അങ്ങനെ പിടിച്ചോ സാർ, അങ്ങനെ പിടിച്ചോണേ. മാനേജർ ടീച്ചറൊക്കെ ഇരുന്നു അങ്ങനെ പിടിച്ചോണേ. കൈ അങ്ങനെ കൈ അങ്ങനെ ഇരുന്നേ.